ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു സെക്യൂർ മെറ്റൽസ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് OnePlus 15 വേഴ്സസ് iPhone 17 ഡീറ്റെയിൽ കമ്പാരിസൺ വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മൾ ക്യാമറ വിഷ്വൽസ് കമ്പയർ ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേ കമ്പയർ ചെയ്യുന്നുണ്ട്, ബാറ്ററി, ഓൾ ഇൻ ഓൾ എല്ലാം നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയി വീഡിയോ ഫുള്ളായി കണ്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്, ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് തന്നെ നോക്കാം. November 13, 2025 OnePlus 15 ലോഞ്ച് ആവുന്നത്. September 19, 2025 ഒഫീഷ്യലായിട്ടും iPhone 17 ലോഞ്ച്ഡ് ആവുന്നത്. അതായത് ഇവ തമ്മിൽ 2 മാസത്തെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ലോഞ്ച് ഡേറ്റ്. ഈ ഫോണുകളുടെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ OnePlus 15 വരുന്നത് Android 16 ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇനി നമുക്ക് iPhone 17 പോവുകയാണെങ്കിൽ iOS 26 ആണ് വരുന്നത്. ഇനി കസ്റ്റം UI പോവുകയാണെങ്കിൽ OnePlus 15 വരുന്നത് OrganOS ആണ്. നമ്മുടെ ആപ്പിളിന് ഒഫീഷ്യലായിട്ട് കസ്റ്റം UI ഇല്ലാത്തതിനാൽ അതില്ല. ഇനി നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്ന കാര്യമാണ് ചിപ്സെറ്റ്. നമ്മളുടെ OnePlus 15 വരുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 8 Elite Gen 5 എന്ന ലേറ്റസ്റ്റ് ചിപ്സെറ്റാണ് വരുന്നത്. ഇനി നമുക്ക് ആപ്പിളിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ആപ്പിൾ A19 എന്ന ചിപ്സെറ്റുമാണ് വരുന്നത്. രണ്ടും ലേറ്റസ്റ്റായ ചിപ്സെറ്റുകൾ തന്നെയാണ്. ഇനി നമുക്ക് ഈ ഫോണുകളുടെയും റാം വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 12 GB റാം അല്ലെങ്കിൽ 16 GB റാമാണ് നമ്മുടെ OnePlus 15 വരുന്നത്. 8 GB റാം മാത്രമാണ് iPhone 17 വരുന്നത്. ഇനി ഈ ഫോണുകളുടെയും റാം വേരിയൻറ്റ് ടൈപ്പ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ LPDDR5X റാമാണ് ഈ ഫോണുകളിലും വന്നിരിക്കുന്നത്. നമ്മൾ എപ്പോഴും പെർഫോമൻസിൻ്റെ കാര്യം നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ് ആൻറ്റിറ്റ്യൂഡ് സ്കോർ എന്നത്. ഏകദേശം 30 ലക്ഷത്തിന് മുകളിലേക്കാണ് OnePlus 15 ആൻറ്റിറ്റ്യൂഡ് സ്കോർ എന്ന് വരുന്നത്. അതേ സ്ഥാനത്ത് iPhone 17 ആൻറ്റിറ്റ്യൂഡ് സ്കോർ നോക്കുകയാണെങ്കിൽ 20 ലക്ഷത്തിന് മുകളിലേക്ക് മാത്രമാണ്. ഇനി ഈ ഫോണുകളുടെയും ബൂട്ടപ്പ് ടൈം നോക്കുകയാണെങ്കിൽ 14 സെക്കൻഡാണ് നമ്മുടെ OnePlus 15 വരുന്നത്. അതേ സ്ഥാനത്ത് iPhone 17 വരുന്നത് 16 സെക്കൻഡിൻ്റെയാണ്. ഇനി നമുക്ക് ഗെയിമിംഗ് ടെസ്റ്റ് നോക്കുകയാണ്. അത് 30 മിനിറ്റ് ഗെയിമിങ്ങിന് ശേഷമാണ് ഈ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നത്. GFS സ്കോർ നോക്കുകയാണെങ്കിൽ 3731.0 GFS സ്കോറാണ് OnePlus 15 ഉള്ളത്. ഇതേ സ്ഥാനത്ത് iPhone 17 ഉള്ളത് 3720.0 GFS സ്കോറാണ്. ബാറ്ററി ഡ്രെയിനിങ് വരികയാണെങ്കിൽ 6% മാത്രമാണ് ബാറ്ററി ഡ്രെയിനിങ് നമ്മളുടെ OnePlus 15 വരുന്നത്. അതേ സ്ഥാനത്ത് 7% ബാറ്ററി ഡ്രെയിനിങ് ആണ് iPhone 17 വരുന്നത്. ഇനി ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ 8.4% മാത്രമാണ് നമ്മളുടെ OnePlus 15 ഹീറ്റിംഗ് വരുന്നത്. അതേ സ്ഥാനത്ത് iPhone 17 നോക്കുമ്പോൾ 10.4 ഹീറ്റിംഗ് ആണ് വരുന്നത്. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് വെച്ച് സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് പെർഫോമൻസ്, ബെസ്റ്റ് ചിപ്സെറ്റ്, ബെസ്റ്റ് UI, ബെസ്റ്റ് ഗെയിമിംഗ് പെർഫോമൻസ് എല്ലാം നൽകുന്നത് OnePlus 15 ആണ്. iPhone 17 മോശമാണ് എന്നല്ല, OnePlus 15 ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും ഇവ രണ്ടിൽ എനിക്കിഷ്ടപ്പെട്ടത് OnePlus 15-താണ്. ഇനി നമുക്ക് ഡിസ്പ്ലേയിലേക്ക് പോവുകയാണെങ്കിൽ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് നമ്മളുടെ OnePlus 15 വരുന്നത്. അതേ സ്ഥാനത്ത് 6.3 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ നൽകുന്ന സൂപ്പർ ടൈറ്റാനിയ HDR OLED ഡിസ്പ്ലേ ആണ് ഐഫോണിൽ വരുന്നത്. ഇനി പീക്ക് ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ 3600 nitsൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് നമ്മുടെ OnePlus 15 നൽകുന്നത്. അതേ സ്ഥാനത്ത് വെറും 3000 nitsൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് മാത്രമാണ് iPhone 17 വരുന്നത്. HBM ബ്രൈറ്റ്നസ് വരുന്നത് 1800 nitsൻ്റെതാണ് OnePlus 15 വരുന്നത്. അതേ സ്ഥാനത്ത് നമ്മളുടെ iPhone 17 വരുന്നത് 1600 nits മാത്രമാണ്. ഇനി റീഫ്രഷ് റേറ്റ് നോക്കുകയാണെങ്കിൽ 165 Hz ഹൈ റീഫ്രഷ് റേറ്റ് ആണ് നമ്മളുടെ OnePlus 15 വരുന്നത്. 120 Hz റീഫ്രഷ് റേറ്റ് ആണ് iPhone 17 വരുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് HDR10+ അല്ലെങ്കിൽ HDR സപ്പോർട്ട് എത്രമാത്രമാണ് എന്നുള്ളതാണ്. HDR10+ സപ്പോർട്ട് OnePlus 15 വരുന്നുണ്ട്. HDR10 സപ്പോർട്ടാണ് നമ്മുടെ iPhone 17 വരുന്നത്. ഇനി ഹൈറ്റിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ 161.4 mm ഹൈറ്റ് വേരിയൻ്റാണ്
OnePlus 15 വരുന്നത്. അതേ സ്ഥാനത്ത് iPhone 17 വരുന്നത് 149.6 mm ഹൈറ്റാണ്. പിന്നെ നമുക്ക് തിക്നെസ്സിലേക്ക് പോവുകയാണെങ്കിൽ 8.1 mm തിക്നെസ്സാണ് OnePlus 15 വരുന്നത്. അതേ സ്ഥാനത്ത് നമ്മൾ ഐഫോണിൽ വരുന്നത് 7.95 mm തിക്നെസ്സാണ്. ഇനി നമുക്ക് വെയിറ്റ് നോക്കുകയാണെങ്കിൽ 211 ഗ്രാമാണ് നമ്മളുടെ OnePlus 15 വെയിറ്റ്. അതേ സ്ഥാനത്ത് 177 ഗ്രാം മാത്രമാണ് iPhone 17 വെയിറ്റ് വരുന്നത്. ഈ വാട്ടർ റെസിസ്റ്റൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ IP68 and 66 and 69K and 69 റെസിസ്റ്റൻ്റ് ആണ് OnePlus 15. ഇനി നമുക്ക് ഐഫോണിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ IP68 റെസിസ്റ്റൻ്റ് മാത്രമാണുള്ളത്. അതുകൊണ്ട് ഈ വാട്ടർ റെസിസ്റ്റൻറ്റിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് OnePlus 15 ആണ്. നമുക്ക് റിയർ ക്യാമറയിലേക്ക് പോവുകയാണെങ്കിൽ 50 MB പ്രൈമറി ക്യാമറയാണ് നമ്മളുടെ OnePlus 15 വന്നിരിക്കുന്നത്. അതേ സ്ഥാനത്ത് 48 MB പ്രൈമറി ക്യാമറയാണ് ഐഫോണിൽ വന്നിരിക്കുന്നത്. പ്ലസ് 10x ഡിജിറ്റൽ സൂമും ഐഫോണിൽ വരുന്നുണ്ട്. ഈ സെക്കൻഡറി ക്യാമറ നോക്കുമ്പോൾ രണ്ടിലും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസാണ് നൽകിയിരിക്കുന്നത്. OnePlus 15 വരുന്നത് 50 MB വൈഡ് ആംഗിൾ ലെൻസാണ് എന്നുണ്ടെങ്കിൽ 48 MB വൈഡ് ആംഗിൾ ലെൻസാണ് ഐഫോണിൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് പെരിസ്കോപ്പ് ക്യാമറ വന്നിരിക്കുന്നത് 50 MB ആണ് OnePlus 15 വരുന്നത്. അത് നമ്മളുടെ iPhone 17 ഇല്ല. അതുകൊണ്ട് നമുക്ക് അത് തമ്മിൽ കമ്പാരിസൺ ചെയ്യേണ്ട ഒരു കാര്യം വരുന്നില്ല. ഇനി ക്യാമറയുടെ ഇരു ഫോണുകളും OS സപ്പോർട്ട് ക്യാമറയാണ് വരുന്നത്. ഫ്ലാഷ് ലൈറ്റ് രണ്ടിലും LED ഫ്ലാഷ് ലൈറ്റ് ആണ്. പക്ഷേ ഡുവൽ കളർ LED ഫ്ലാഷ് ലൈറ്റ് ആണ് നമ്മളുടെ iPhone 17 വരുന്നത്. ക്യാമറ ഫീച്ചറിലേക്ക് പോവുകയാണെങ്കിൽ ഡിജിറ്റൽ സൂം, ഓട്ടോ ഫ്ലാഷ്, ഫേസ് ഡിറ്റക്ഷൻ, ടച്ച് ടു ഫോക്കസ് എന്നിവ OnePlus 15 iPhone 17 10x ഡിജിറ്റൽ സൂം, ഓട്ടോ ഫ്ലാഷ്, ഫേസ് ഡിറ്റക്ഷൻ, ടച്ച് ടു ഫോക്കസ് എന്നിവയാണ് വരുന്നത്. ഇനി വീഡിയോ റെക്കോർഡിംഗ് മോഡിലേക്ക് പോവുകയാണെങ്കിൽ ഡുവൽ വീഡിയോ റെക്കോർഡിംഗ്, സ്ലോ മോഷൻ, വീഡിയോ HDR, വീഡിയോ പ്രോ മോഡ് എന്നിവ OnePlus 15 വരുന്നുണ്ട്. അതേ സ്ഥാനത്ത് iPhone 17 പോവുകയാണെങ്കിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, ഡുവൽ വീഡിയോ റെക്കോർഡിംഗ്, സ്ലോ മോഷൻ, വീഡിയോ HDR, നൈറ്റ് ടൈം സ്ലാപ്പ്, മൈക്രോ വീഡിയോ, ആക്ഷൻ മോഡ്, ഓഡിയോ സൂം, സ്റ്റീരിയോ റെക്കോർഡിംഗ് എന്നിവ iPhone 17 പ്രത്യേകതകളാണ്. ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് പോവുകയാണെങ്കിൽ 32 MB വൈഡ് ആംഗിൾ പ്രൈമറി ക്യാമറയാണ് OnePlus 15 വരുന്നത്. 18 MB വൈഡ് ആംഗിൾ പ്രൈമറി ക്യാമറ തന്നെയാണ് നമ്മളുടെ iPhone 17 വരുന്നത്. ഇതിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇനി ഫ്രണ്ട് ക്യാമറ ഫ്ലാഷ് നോക്കുകയാണെങ്കിൽ സ്ക്രീൻ ഫ്ലാഷാണ് 15 OnePlus വരുന്നത്. iPhone 17 വരുന്നത് ടൈറ്റാനിയ ഫ്ലാഷ് ലൈറ്റാണ് വരുന്നത്. ഈ ഫോണുകളുടെയും കുറച്ച് ക്യാമറ സാമ്പിൾസ് നമുക്ക് പരിശോധിക്കാം. ഇത് ഇരു ഫോണുകളുടെയും വൈഡ് ആംഗിൾ ലെൻസിലിട്ട് എടുത്ത ഫോട്ടോകളാണ്. താഴെ കാണുന്നത് ഐഫോണും മുകളിൽ കാണുന്നത് OnePlusൻ്റെ ഇതുമാണ്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്? എനിക്കിഷ്ടപ്പെട്ടത് ഐഫോണിൻ്റെ തന്നെയാണ്. അത് നാച്ചുറൽ ഉണ്ട്, മറ്റേതൊരു ഒരുമാതിരി ഒരു കളർ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതെന്ത് എൻ്റെ ഇഷ്ടം അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്യാവുന്നതാണ്. അതിന് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ക്യാമറയുടെ കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയില്ല. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോ ലൈറ്റിൽ ഫ്ലാഷ് ഇട്ടെടുത്ത ഫോട്ടോസാണ് ഇരു ഫോണുകളുടെയും. ഇതിൽ ഐഫോൺ പറഞ്ഞാൽ കുറച്ചുകൂടി ഡാർക്ക് ടോൺ കൊടുത്തിട്ടുണ്ട് കളറിന്. ഇതേ സ്ഥാനത്ത് നാച്ചുറൽ കളറാണ് നമ്മളുടെ OnePlus 15 വരുന്നത്. ലോ ലൈറ്റ് വിത്ത് ഫ്ലാഷിലെടുക്കുന്ന ഫോട്ടോയിൽ ഞാൻ പോകുന്നത് OnePlus 15 ഭാഗത്തേക്കാണ്, മുന്നത്തെ ഫോട്ടോയിൽ ഐഫോണിൻ്റെ ഭാഗത്തേക്കാണ്. ഇത് ഇരു ഫോണുകളിലും ലോ ലൈറ്റിൽ ഫ്ലാഷ് ഇടാതെ എടുത്ത ഫോട്ടോസാണ്. ഇതിൽ ഇരു ഫോൺ എനിക്ക് ഏകദേശം ഒരുപോലെയാണ് തോന്നിയത്. എങ്കിലും ഐഫോൺ ഇതിൽ കുറച്ച് ബ്രൈറ്റാണ്, മറ്റേത് കുറച്ചുകൂടി കളർ ടോൺ വരുന്നുണ്ട് OnePlus 15. ഇതിൽ ഞാൻ ഐഫോണിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ ഫോണുകളുടെയും ക്ലോസപ്പ് ഫോട്ടോസാണ് ഇത് കാണുന്നത്. ഇതിലും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം തോന്നിയത് iPhone 17-താണ്. കാരണം എടുത്ത് കാണിക്കുന്നുണ്ട് കളറ്, അതെൻ്റെ ഇഷ്ടമാണ്. ഈ ഫോണുകളുടെയും നൈറ്റ് മോഡ് ഓണാക്കി എടുത്ത ഫോട്ടോസാണ്. ഇതിൽ എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് OnePlusൻ്റേതാണ്. കാരണം ആ ലൈറ്റ് എല്ലാം കൃത്യമായി കാണുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഐഫോണിൽ അത്ര പോരാ എന്നെനിക്ക് തോന്നി. ഈ ഇരു ഫോണുകളുടെയും നൈറ്റ് മോഡ് ഓഫ് ചെയ്തെടുത്ത ഫോട്ടോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐഫോൺ ഇവിടെയും കുറച്ച് വീക്കായിട്ടുണ്ട്. അതേ സ്ഥാനത്ത് OnePlus അപ്പോഴും നൈറ്റ് മോഡ് ഓഫ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ പോലും നന്നായിട്ട് തന്നെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. എനിക്ക് OnePlus ആണ് ഇഷ്ടപ്പെട്ടത്. ഇരു ഫോണുകളുടെയും ഹൈ റെസൊല്യൂഷൻ ഫോട്ടോകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എനിക്കിഷ്ടപ്പെട്ടത് ആപ്പിളിൻ്റെ തന്നെയാണ്.
പക്ഷേ വൺ പ്ലസ് നല്ലത് തന്നെയാണ്. എനിക്കിഷ്ടപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഏതാச்சுം ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോങ് ഷോട്ട് 1X എടുത്തതാണ്. ഇവിടെ കുറച്ചുകൂടി ബെറ്റർ ഐഫോൺ ആണെന്ന് തോന്നി. കാരണം വൺ പ്ലസിൽ കുറച്ചുകൂടി നമുക്കൊരു ഡാർക്ക് ടോൺ വരുന്നുണ്ട്. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ചെയ്യുക. അതേ ലോങ് ഷോട്ട് 3X ഇട്ടതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും അത്യാവശ്യം നന്നായി തോന്നിയത് ഐഫോണിൻ്റെ തന്നെയാണ്. മുന്നേ പറഞ്ഞ കാരണം തന്നെയാണ് ഇതിനും കാരണം. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്യുക. അതേ ലോങ് ഷോട്ട് തന്നെ നിങ്ങൾ 5X ഇട്ടതാണ് കാണുന്നത്. ഇവിടെ എനിക്ക് നന്നായി തോന്നിയത് വൺ പ്ലസിൻ്റെതാണ്. അത് കുറച്ചുകൂടി നാച്ചുറലായി തോന്നുന്നുണ്ട്. മറ്റേത് കുറച്ചുകൂടി ലൈറ്റ് ഓവർ ലൈറ്റ് കയറി വരുന്നുണ്ട്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോങ് ഷോട്ട് 10X ഇട്ടെടുത്തതാണ്. ഇവിടെ കുറച്ചുകൂടി ബെറ്ററായി തോന്നിയത് വൺ പ്ലസ് തന്നെയാണ്. അത് കുറച്ചുകൂടി ടോണിങ് നിലനിർത്തുന്നുണ്ട്. മറ്റേത് ഓവർ സൂം ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ടോണിങ് പോയി എന്നതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ എന്താണ്? ഇരു ഫോണുകളുടെ മാക്സിമം സൂം നോക്കുകയാണെങ്കിൽ ഐഫോണിൽ 10Xും വൺ പ്ലസിൽ 120Xും ആണ് വരുന്നത്. ഇതിൽ എനിക്കിഷ്ടപ്പെട്ടതും വൺ പ്ലസിൻ്റെതാണ്. ഓവർ സൂമായിട്ടും ആ ഒരു ക്യാമറ ക്വാളിറ്റി പോകുന്നില്ല എന്നതാണ് കാരണം. ഞാൻ സെലക്ട് ചെയ്തതുപോലെ തന്നെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തത്. ക്യാമറ ഒരു വിഷയം ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ചൂസ് ചെയ്യാം. എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ കൃത്യമായ വീഡിയോകൾ ഓരോ ഷോട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യും. നമുക്ക് ഇതിൻ്റെ ബാറ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ 7300 mAh ബാറ്ററിയാണ് വൺ പ്ലസ് 15 വരുന്നത്. ഐഫോൺ 17 പോവുകയാണെങ്കിൽ 3692 mAh ബാറ്ററിയാണ് വരുന്നത്. ഇനി ബാറ്ററി ടൈപ്പ് നോക്കുകയാണെങ്കിൽ സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് വൺ പ്ലസിൽ വരുന്നത്. ഐഫോണിൽ വരുന്നത് ലിയോൺ ബാറ്ററിയാണ് വരുന്നത്. ഇനി നമുക്ക് ചാർജിങ് സ്പീഡ് നോക്കുകയാണെങ്കിൽ 120 വോൾട്ടിൻ്റെ സൂപ്പർ വാൾവോ ചാർജിങ് ആണ് നമ്മുടെ വൺ പ്ലസ് 15 സപ്പോർട്ട് ചെയ്യുന്നത്. 45 വാൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് നമ്മുടെ ഐഫോൺ 17 സപ്പോർട്ട് ചെയ്യുന്നത്. 50% നമ്മുടെ വൺ പ്ലസിൽ 15 മിനിറ്റും നമ്മുടെ ഐഫോണിൽ 20 മിനിറ്റുമാണ് വരുന്നത്. ഇനി വയർലെസ് ചാർജിങ് രണ്ട് ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50 വാൾട്ടിൻ്റെ വയർലെസ് ചാർജിങ് ആണ് വൺ പ്ലസ് 15 വരുന്നത്. 30 വാൾട്ടിൻ്റെ വയർലെസ് ചാർജിങ് ആണ് നമ്മുടെ 17 വരുന്നത്. ഇനി റിവേഴ്സ് വയർലെസ് ചാർജിങ് നമ്മുടെ ഐഫോൺ 17 സപ്പോർട്ട് ചെയ്യുന്നില്ല. വൺ പ്ലസ് 15 മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. 10 വാൾട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ് ആണ് വരുന്നത്. ബാറ്ററി ലൈഫ് നോക്കുകയാണെങ്കിൽ 17 മണിക്കൂർ 6 മിനിറ്റുമാണ്. PC മാർക്ക് അനുസരിച്ച് നമ്മുടെ വൺ പ്ലസിൽ സപ്പോർട്ട് നിൽക്കുന്നത്. നമ്മുടെ ഐഫോൺ 17 പുറത്ത് വന്നിട്ടില്ല. ഇനി ചാർജിങ് ടൈം വരുന്നത് 30 മിനിറ്റ് മാത്രമാണ് നമ്മുടെ വൺ പ്ലസ് 15. 1 മണിക്കൂറും 11 മിനിറ്റുമാണ് ഐഫോൺ 17 വരുന്നത്. സ്റ്റോറേജ് കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ 256 GB സ്റ്റോറേജ് അല്ലെങ്കിൽ 512 GB സ്റ്റോറേജാണ് നമ്മുടെ വൺ പ്ലസ് 15 വരുന്നത്. 256 GB അല്ലെങ്കിൽ 512 GB തന്നെയാണ് നമ്മുടെ ഐഫോൺ 17 വരുന്നത്. UFS 4.1 സ്റ്റോറേജ് വേരിയൻ്റാണ് വൺ പ്ലസ് 15 വരുന്നത്. NVMe സ്റ്റോറേജ് വേരിയൻ്റാണ് ഐഫോൺ 17 വരുന്നത്. ഇരു ഫോണുകളിലും സ്റ്റോറേജ് കൂട്ടാൻ വേണ്ടി സാധിക്കില്ല. ഇരു ഫോണും ഡുവൽ സിം സപ്പോർട്ടാണ് വരുന്നത്. വൺ പ്ലസിൽ 2 നാനോ സിമ്മാണ് എങ്കിൽ ഐഫോണിൽ 1 നാനോ സിമ്മും 1 ഇ സിമ്മുമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. 5G and 4G ഫോണുകളിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Wi-Fi 7 സപ്പോർട്ടോടുകൂടിയാണ് ഇരു ഫോണുകളും വരുന്നത്. ബ്ലൂടൂത്ത് നോക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് 6 സപ്പോർട്ടാണ് ഇരു ഫോണുകളിലും വരുന്നത്. ബാക്കി NFC എല്ലാം ഒരുപോലെ തന്നെ. IR ബ്ലാസ്റ്റർ നമ്മൾ വൺ പ്ലസിൽ വരുന്നുണ്ട്, പക്ഷേ ഐഫോണിൽ അത് ഇല്ല. നമുക്ക് സ്റ്റീരിയോ സ്പീക്കറാണ് ഇരു ഫോണുകളിലും വരുന്നത്. USB Type-C പോർട്ടാണ് ഇരു ഫോണുകളിലും വരുന്നത്. ഡോൾബി ഡിജിറ്റൽ പ്ലസ് എന്നിവ നമ്മുടെ ഐഫോണിലുണ്ട്. ഇവയൊന്നും നമ്മുടെ വൺ പ്ലസിലില്ല. ഫിംഗർ പ്രിൻറ്റ് സെൻസർ നമ്മുടെ വൺ പ്ലസിൽ വരുന്നുണ്ട്, ഐഫോണില്ല. ഐഫോണിൽ ഫേസ് ID ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി ഇരു ഫോണുകളുടെ പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ 82,000 മുതലാണ് ഐഫോൺ 17 സ്റ്റാർട്ടിങ്. 68 മുതൽ 72 വരെയാണ് വൺ പ്ലസ് 15 സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. ഇത്രയും ഞാൻ ചെയ്ത ഡീറ്റെയിൽ വീഡിയോയിൽ എനിക്കിഷ്ടപ്പെട്ടത് പെർഫോമൻസ് പ്ലസ് ഗെയിമിംഗ് പ്ലസ് ക്യാമറ നോക്കുകയാണെങ്കിൽ ക്യാമറ നിങ്ങളുടെ ചോയ്സാണ്. പെർഫോമൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മുന്നിൽ നിൽക്കുന്നത് വൺ പ്ലസ് തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ഹൈ റിഫ്രഷ് റേറ്റ് എല്ലാം നോക്കുകയാണെങ്കിൽ വൺ പ്ലസിലേക്ക് പോവാം. നിങ്ങൾക്കൊരു അൾട്രാ മോഡൽ iOS മോഡലിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ചൂസ് ചെയ്യാം. ഐഫോൺ 17 മോശമല്ല. ഇവ തമ്മിലുള്ള കമ്പാരിസൺ നിങ്ങൾ ഡീറ്റെയിലായി ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ചൂസ് ചെയ്യുക. രണ്ടും നല്ല പെർഫോമൻസ് നൽകുന്നുണ്ട്. എങ്കിലും പെർഫോമൻസ് പ്ലസ് ബാറ്ററി പ്ലസ് ഹൈ റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേ ബിഗ്
ഫോൺ എന്നത് നോക്കുകയാണെങ്കിൽ വൺ പ്ലസിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടി വരും. അതേ സ്ഥാനത്ത് കംഫർട്ടബിൾ ഡിസ്പ്ലേ, കംഫർട്ടബിൾ റിഫ്രഷ് റേറ്റ്, കംഫർട്ടബിൾ സൈസ് ആൻഡ് ഹൈ പെർഫോമൻസ് ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ ചൂസ് ചെയ്യാം. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ടെക് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിലും നല്ല അടിപൊളി തകർപ്പൻ ടെക് വീഡിയോയുമായി വരുന്നതിലേക്കും ബൈ സെറ്റ് ഗെയിമർ ടെക് സൈനിങ് ഓഫ്.